തദ്ദേശ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇതുവരെ 46.96% പോളിംഗ്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ സ്ഥാനാർത്ഥികൾ. നടിയെ ആക്രമിച്ച കേസിലെ പോലീസ് ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് പറയുന്നത് അദ്ദേഹത്തിന്റെ തോന്നലുകളെന്ന് മുഖ്യമന്ത്രി. പോലീസ് മുന്നോട്ടു പോയത് തെളിവുകൾ നോക്കി. പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ദിലീപിന് നീതി കിട്ടിയെന്ന പ്രസ്താവന വിവാദമായതോടെ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ്. അതിജീവിതയ്ക്കൊപ്പമെന്നും മാധ്യമങ്ങൾ നൽകിയത് ഒരു ഭാഗം മാത്രമെന്നും അടൂർ പ്രകാശ്. സർക്കാർ അപ്പീൽ പോകണമെന്ന് സണ്ണി ജോസഫ്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. റീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയ സംഭവത്തിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. നടപടി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. സംഭവം ഗൗരവതരമെന്ന് കമ്മീഷൻ. കേരളത്തിലെ SIR നടപടികൾ 2 ദിവസം കൂടി നീട്ടി. ഹർജി സുപ്രീം കോടതി 18-ന് വീണ്ടും പരിഗണിക്കും. 97% എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്തതായി കമ്മീഷൻ കോടതിയിൽ. ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ നിലപാട് കടുപ്പിച്ചു കേന്ദ്രം. കമ്പനിയുടെ ശൈത്യകാല സർവീസുകൾ വെട്ടിച്ചുരുക്കി മറ്റു കമ്പനികൾക്ക് നൽകാൻ നീക്കം. എൻഫോഴ്സ്മെന്റ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടിയെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ലോക്സഭയിൽ.